ഞാനിന്നിവിടെ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ബിരിയാണിയെല്ലാം എൻ്റേതായി കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിന് മറ്റൊരവസരത്തിൽ ഞാൻ ബിരിയാണീൻ്റെത് കാണിക്കുന്നതായിരിക്കും. ഇന്ന് ഞാനൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. മാംഗോ സേമിയ പുഡിങ്ങാണ്. ബ്രെഡും ചേർത്തിട്ട്, പിന്നെ ഞാൻ ബിസ്ക്കറ്റും ഒരു ലെയർ ചേർക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് തുടങ്ങാം. ഞാൻ ഒരു ലെയർ ബ്രെഡ് പുഡിംഗ് ട്രേയിൽ നിരത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കസ്റ്റേർഡ് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ആ കസ്റ്റേർഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി വന്ന കസ്റ്റേർഡിൽ ഞാൻ കുറച്ച് മാങ്ങ ചേർത്തിട്ട് അടുത്ത ലെയറിലേക്ക് ഒഴിക്കാനായിട്ട് അടിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ പാർലേജിയുടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നെല്ലാം പൊട്ടിയത് കൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഞാനങ്ങനെ ബിസ്ക്കറ്റൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കാൻ. ഈ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇതിലോട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു അലങ്കാരത്തിന് നമ്മുടെ കുനാഫ ഡോ ഇല്ലേ, സേമിയ ചെറുതായിട്ട് ബട്ടറും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ബ്രെഡ് കുനാഫ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. എന്നെ എല്ലാവരും ഒന്ന് ഓർമ്മിക്കണം.